പ്രിയപ്പെട്ട മലയാളികളെ, ഒരു പ്രധാന അറിയിപ്പാണ്. പൊളിക്കില്ലെന്ന വാക്ക് പൊളിഞ്ഞിരിക്കുകയാണ്. എന്താ സംഭവം? അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. തലസ്ഥാനത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് കൊടുത്ത വാക്കാണ് പൊളിഞ്ഞിരിക്കുന്നത്. സുഗുണം പോകരുത്. സ്മാർട്ട് റോഡുകളുടെ പേരിൽ 3 വർഷം ദുരിതം അനുഭവിച്ച തലസ്ഥാനവാസികൾക്ക് മന്ത്രി മുഹമ്മദ് റിയാസ് അന്ന് നൽകിയൊരു ഉറപ്പുണ്ട്. അതൊന്ന് കേട്ടാലോ? ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഈ സ്മാർട്ട് റോഡുകളുടെ പ്രത്യേകത, ഈ റോഡുകൾ ഡക്റ്റുകളിൽ കുടിവെള്ള കണക്ഷൻ കേബിളുകൾ അതുപോലെ തന്നെ വൈദ്യുതി ഒക്കെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഈ റോഡുകൾ കുഴിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ മിസ്റ്റർ മുകുന്ദൻ, ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. പ്ലീസ്. ഈ റോഡുകൾ കുഴിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. മന്ത്രി എന്താ പറഞ്ഞേ? ഇനി റോഡ് കുത്തിപ്പൊളിക്കേണ്ടി വരില്ലെന്നോ? ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. താൻ പറഞ്ഞിട്ടില്ലേ? ഇല്ല. കള്ളം പറയുന്നു ആ പല്ലേ. കിള്ളിപ്പാലം അട്ടക്കുളങ്ങര സ്മാർട്ട് റോഡ്. ഇതെന്താ MP ഗോവിന്ദൻ പറഞ്ഞതുപോലെ ഇത് AI ഒന്നുമല്ല കേട്ടോ. പൊട്ടിയ സുവീജ് പൈപ്പ് കണ്ടെത്താനുള്ള ഗവേഷണമാണ് നടക്കുന്നത്. ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് 4 ദിവസമായി കേട്ടോ. കാലം കുറച്ചാലും ഇപ്പൊ ശരിയാക്കാന്ന് ചിലച്ചോണ്ടിരുന്നാ പോരാ. എപ്പൊ ശരിയാക്കാ ഒക്കെ ഒന്ന് ഇപ്പൊ പറയണം. അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റൂല. റീൽ ഉണ്ടാക്കാനുള്ള തിടുക്കത്തിൽ സ്മാർട്ട് റോഡ് പദ്ധതി തന്നെ പാളിയെന്നാണ് ആക്ഷേപം. മഴയെന്ന് കേട്ടാൽ സ്മാർട്ട് റോഡിലെ കച്ചവടക്കാർക്ക് പേടിയാണ്. ഈ മഴക്കാലം തീരുന്നതിന് മുമ്പ് ശരിയാക്കി തരുമോന്ന്. എങ്ങനെ? മഴക്കാലം തീരുന്നതിന് മുമ്പ് ഇതിന്റെ പണ്ടാരം അടങ്ങുമെന്ന്. സ്മാർട്ട് റോഡ് പൊളിക്കാൻ പാടില്ല, കേന്ദ്ര ഫണ്ടാണ്. പക്ഷെ ഇവരെന്താണ് കാണിക്കണേന്ന് അറിഞ്ഞൂടാ. അവരെന്താ പറയണേന്ന് അവർക്ക് തന്നെ മനസ്സിലാവണില്ല. അതാ നിനക്ക് മനസ്സിലാവാത്തത്. അതെന്താ നീ മനസ്സിലാക്കാത്ത? ഇപ്പൊ വാട്ടർ അതോറിറ്റിയുടെ പണിയാണോ ഓടയുടെ പണിയാണോ എന്നറിയില്ല. പൊളിക്കാൻ പാടില്ല. അതുമല്ല 2 വേ എന്നുള്ള ബോർഡ് വെച്ചിട്ടില്ല. നിരന്തരം അപകടം നടക്കാറുണ്ട്. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ തകരാറിലായിരിക്കുന്നു. നീപ്പച്ചന് മനസ്സിലായില്ലേ? വെള്ളം കെട്ടില്ല അശാസ്ത്രീയമായ നിർമ്മാണം കാണാൻ വെള്ളക്കെട്ടിപ്പോഴും ഉണ്ട്. ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വെള്ളം കെട്ടുന്ന തന്നെ വേണം പറയാം. അതല്ലല്ലോ ഇങ്ങോട്ടെന്നും പണയണ്ട. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. എന്ത് സ്മാർട്ട് ആരൊക്കെ സ്മാർട്ട് ആയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇവിടെ സ്മാർട്ട് ആയിട്ടില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. 1, 2 ഒന്നുമല്ല. ഈ റോഡ് സ്മാർട്ടാക്കാൻ 33 കോടി രൂപ ചെലവഴിച്ചെന്നാണ് വെപ്പ്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. സ്മാർട്ട് റോഡുകൾ പൊളിക്കില്ലെന്ന മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാക്ക് 4 മാസം കൊണ്ട് പൊളിഞ്ഞ് പാളീസായി. തമിഴ്നാടിന്റെ മുന്നിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെ മുന്നിലും കേരളം നാണം കെടും. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ